ജയേന്ദ്ര മാസ്റ്റർ പറഞ്ഞോളൂ. അല്ല, ഇവിടെ ഞാൻ പറഞ്ഞൊന്നും പൂർത്തിയാക്കിക്കോട്ടെ. അതൊന്നും മറ്റൊന്നുമല്ല. എന്റെ സുഹൃത്ത് നിയാസ് പറഞ്ഞു ഞങ്ങൾക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ എന്ന്. അല്ല നിയാസെ, 2011 ഒരു കേസ് നമ്പർ ഞാൻ വായിച്ചോണ്ടിരുന്നു. നിങ്ങൾ പദപരിവർത്തനത്തിനും ഈ രാജ്യത്തെ കന്യാസ്ത്രീകളെ ജയിലിലടയ്ക്കുന്നതിനും എതിർപ്പാണല്ലോ. എങ്കില് 2021 ജനുവരി 11 ബാഗേൽ മുഖ്യമന്ത്രിയായപ്പോൾ 9553/2021 എന്ന കേസ് ഛത്തീസ്ഗഡിൽ നിങ്ങൾ നടപ്പിലാക്കുകയും 5 പാതിരിമാരെ നിങ്ങൾ 10 മാസം ജയിലിലിട്ടു. നിഷേധിക്കുമോ നിങ്ങൾ? കേസ് നമ്പറാണ് ഞാൻ പറയുന്നത്. MCRC 9583/2021 10 മാസം ജയിലിലിട്ടു സർ. നിങ്ങൾ എന്തായിരുന്നു നിയാസ് നിങ്ങളുടെ കേരളത്തിലെ KPCCയുടെ നിലപാട്? തീർന്നില്ല നിയാസ്, ഒറ്റ നിലപാടാണല്ലോ. ഇന്ന് പുറത്തു വന്നിരിക്കുന്നു ഛത്തീസ്ഗഡ് PCC അധ്യക്ഷൻ ദീപക് ബൈജുവിന്റെ പ്രസ്താവന. എന്താ പറയുന്നത്? ഛത്തീസ്ഗഡിൽ വ്യാപക മതമാറ്റം നടക്കുന്നുണ്ട്, അതിനാലാണ് കോൺഗ്രസ് ശക്തമായ നിയമം കൊണ്ടുവന്നത്. ഇപ്പോൾ BJP അല്ലേ ഭരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി കടുത്ത നിയമം കൊണ്ടുവന്നുകൂടെ? 35 നിയാസ് ഒന്നും കൂടി കേൾക്കണം. നിങ്ങൾ പറഞ്ഞല്ലോ ബജരംഗ് ദൾ അവിടെ എന്തൊക്കെയോ കാണിച്ചു വന്നു. അല്ല, നിങ്ങളെ PCC അധ്യക്ഷൻ ഈ 35 MLA അവിടെ എന്തിനാണ് നിൽക്കുന്നത്? അവിടെ ഒരു കേസ് ബജരംഗ് ദൾ ഇങ്ങനെ ആൾക്കൂട്ട വിചാരണ നടത്തി ഇവർ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് ഒരു കേസ് PCC അധ്യക്ഷനോ മുൻ മുഖ്യമന്ത്രി ബാബേലോ ഈ 35 MLA ഏതെങ്കിലും ഒരു കുട്ടി കൊടുത്തിരുന്നെങ്കിൽ നിയാസ ഇവിടെ വന്ന് നിങ്ങൾ ഈ പറയുന്നതിന് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ട് എന്ന് ഞാൻ പറയുമായിരുന്നു. ഇനി എന്റെ ജേക്കബ് അച്ഛൻ കേൾക്കാൻ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ അച്ഛ. 2022 തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ 3 ജാർഖണ്ഡിലെ കുട്ടികളെ കൊണ്ടുവന്ന അവിടുത്തെ പൂങ്കുന്നത്തും അവിടെയുമുള്ള 2 കന്യാസ്ത്രീകളെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജയിലിൽ അടച്ചു അച്ഛ. മെനിഞ്ഞാന്നതിന്റെ വിധി വന്നു. ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ, പീഡനം, ബന്ധനം തുടങ്ങിയ പുറത്തോ. ഞാൻ ചോദിക്കട്ടെ അച്ചു, എന്തുകൊണ്ട് കേരളത്തിലെ നിങ്ങൾ ആരും ബഹളം ഉണ്ടാക്കിയില്ല? ഇന്നിപ്പോ ബഹളം ഉണ്ടാക്കുന്ന നിങ്ങൾ ഒരു കാര്യം ഞാൻ പറയട്ടെ. നിങ്ങളെ സഹായിക്കാൻ KPCCയോ AICCയോ ഒരു വക്കീലിനെ നിശ്ചയിച്ചു തന്നുവോ? പറയണം. നിങ്ങൾ ഇവിടെ പോയി സമരം ചെയ്യുന്നു. കേരളത്തിലെ BJP അധ്യക്ഷൻ ചെയ്ത പണി എന്താണ് ഫാദർ? BJPയുടെ 2 സംസ്ഥാന വൈസ് പ്രസിഡന്റിനെയും സംസ്ഥാന ജനറൽ സെക്രട്ടറിയെയും അവിടെ അയച്ചു. മുഖ്യമന്ത്രിയെ കണ്ടു, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ ചന്ദ്രശേഖർ പോയി കണ്ടു. 2 വക്കീലന്മാരെ ഇന്ന് അമൃതോദാസിനെയും മലയാളിയെയും കോർഡിനേറ്റ് ചെയ്ത് അവിടെ ഇന്നത്തെ കാര്യങ്ങൾ മുഴുവൻ ചെയ്തു. നിങ്ങൾ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അത് കോർഡിനേറ്റ് ചെയ്തത് അനൂപ് ആന്റണി എന്ന് പറയുന്ന കേരള BJPയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങൾ കത്തിക്കാനല്ല പോയത്. ഒരുപക്ഷെ ഇന്ന് മുഹമ്മദ് നിയാസിന്റെ ഉൾപ്പെടെയുള്ള ആളുകൾ മനസ്സിലുള്ളത് എന്താ, ഇതൊന്ന് ആളി കത്തട്ടെ. എന്തിനാ KPCC അധ്യക്ഷൻ ഇന്ന് പോകുന്നത്? നാളെ ജാമ്യം കിട്ടുമെന്ന് ഇവർക്കറിയാം. അതിന്റെ പിതൃത്വം ഏറ്റെടുക്കണം. അതിനു വേണ്ടിയല്ലേ നിയാസെ തിരക്കിട്ട് ഇപ്പൊ നിങ്ങൾ പോകുന്നത്? മറിച്ച് അവിടുത്തെ CPCCയോ AICCയോ ഒരുപാട് പ്രഗത്ഭരും ഫീസ് ഉള്ളവരും ഫീസ് ഇല്ലാത്തവരും പണി ഉള്ളവരും ഇല്ലാത്തവരുമായി ഒരുപാട് വക്കീലില്ലേ നിയാസെ നിങ്ങൾക്ക്? എന്റെ ഒരു വക്കീലിനെ ഈ ഛത്തീസ്ഗഡിലെ പാവം കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങൾ നിയമസഹായം നൽകാമെന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുത്തോ? ചെയ്യുന്നത് എന്താ? അതെ, ഞാൻ പറയണം, അപേക്ഷ കൊടുക്കാതെ ജയിലിൽ മുമ്പ് പോകും, എന്നിട്ട് അവിടെ ഒരു ബഹളം ഉണ്ടാക്കും. ആരും അറിയാതെ പോകുന്ന ഒരു വിഷയം ഇത്തരത്തിലായിരുന്നില്ലേ നമ്മൾ ഉണ്ടായിരുന്നത്? ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഒരുപാട് കാര്യം പറഞ്ഞല്ലോ നിങ്ങൾ ചെയ്യുന്നേ. ഞാൻ ചോദിക്കട്ടെ, അല്ല ഈ കേരളത്തിൽ ജോസഫ് മാഷ കൈവെട്ടിയിരുന്നല്ലോ. നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ കേക്ക് കൊണ്ട കൊടുക്കുന്നു. അവർ ക്രിസ്ത്യാനികൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ സ്വീകരിക്കട്ടെ, അതിനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട്. പക്ഷെ കുന്തിരിക്കം കൊണ്ട് ഞങ്ങൾ പോകുമോ? നിങ്ങളുടെ ഘടകകക്ഷി അവർക്ക് കൊണ്ടുകൊടുക്കുന്നത് കുന്തിരിക്കമാണ് മുഹമ്മദ് നിയാസെ. അത് ഇവിടുത്തെ ക്രൈസ്തവർ വാങ്ങുമോ? അവര് സ്വീകരിക്കുകയാണെങ്കിൽ അവർക്ക് കൊടുക്കട്ടെ. നിരവധി അനുഭവങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, കാസർഗോഡ് പുൽക്കൂട് നശിപ്പിച്ചു. ഉണ്ണിത്താന്റെ നാടല്ലേ കാസർഗോഡ്? ഫാദർ ഇരിക്കുന്നുണ്ടല്ലോ. ഒരു പ്രതിഷേധ സ്വരം കോൺഗ്രസ് നിയാസ നിങ്ങളോ നിങ്ങളുടെ KPCCയോ ഉണ്ണിത്താൻ ആരെങ്കിലും ഒതുക്കിയോ? യൂണിഫോമിന്റെ പേരിൽ അതെണീക്കുന്നതിന്റെ പേരിൽ എത്ര ക്രിസ്ത്യൻ സ്കൂളുകളില് SDPIയും PFIയും ബഹളം ഉണ്ടാക്കി? ഒരു കുട്ടിയെങ്കിലും ഒരു പ്രതിഷേധം ഉയർത്തിയോ നിയാസ നിങ്ങളുടെ ഭാഗത്ത് നിന്ന്? അപ്പൊ നിങ്ങൾക്കിത് എന്താണ്? നിങ്ങൾക്കിത് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മുതലെടുക്കാനുള്ളതാണ്.
ഇവിടെ കേരളത്തിലെ പിണറായി വിജയൻ 2022 2 കന്യാസ്ത്രീകളെ ജയിലിലടച്ചപ്പോ ഒരു പ്രതിഷേധ സ്വരം കേരളത്തിലെ KPCC-യോ നിങ്ങളുടെ നേതാവ് ഉയർത്തിയോ? ഇതൊക്കെ ഇവരാണ് ഇവിടെ വന്നിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ബഹളം ഉണ്ടാക്കുന്നത്. നോക്കൂ, കേക്ക് ഇവിടുത്തെ ക്രൈസ്തവരൊക്കെ പറഞ്ഞു. ഞാൻ ഒരു കാര്യം നിയാസിനെ ഓർമ്മിപ്പിക്കും. നിങ്ങൾ ധരിക്കുന്ന മാതിരി അത്ര വലിയ വിവരമില്ലാത്തവരൊന്നും അല്ല കേരളത്തിലെ ക്രിസ്ത്യാനികൾ. ഇതൊക്കെ നിങ്ങൾ പ്രചരിപ്പിച്ചപ്പോഴും തൃശ്ശൂരിൽ ഒരു പഞ്ചായത്ത് പോലും ഭരിക്കാത്ത തൃശ്ശൂരിൽ നിങ്ങൾ ഈ ബഹളമൊക്കെ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളുടെ കിങ്ങിണിക്കുട്ടനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വലിയ നേതാക്കന്മാരെയോ കൊണ്ടുപോയി മത്സരിപ്പിച്ചപ്പോൾ എന്താണ് അവിടുത്തെ ജനങ്ങൾ ചെയ്തത്? അസത്യം ലോകത്തേക്ക് 2 തവണ കറങ്ങുമ്പോഴേക്കായിരിക്കാം, വന്നതിന് ശേഷമായിരിക്കാം സത്യം ചെരിപ്പിടാൻ ആരംഭിക്കുക. ഇന്ത്യയിലെ കേരളത്തിലെ ക്രൈസ്തവരെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിക്കും. നമ്മുടെ കെന്നഡിയുടെ ഒരു ആശങ്ക ഞാൻ പങ്കുവെക്കുന്നു. കെന്നഡിയോ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. സർ, കേരള BJPക്ക് ഒറ്റ നിലപാട് ഇക്കാര്യത്തിലുള്ളൂ. മാത്രമല്ല, കെന്നഡി സാർ, ഞാൻ പറയുന്നു, ഇന്നലെ എന്റെ കൂടെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു എന്റെ ചർച്ചയിൽ ഉണ്ടായിരുന്നത്. 100% ചില വിഭാഗങ്ങൾക്കിടയിലും കേരളത്തിലെ ഈ വിഭാഗത്തിന്